അടുത്ത തവണ ഫുഡിങ്ങിനെ കുക്ക് ചെയ്തു നോക്കൂ. സാധാരണയായി മുട്ട വെള്ളത്തിൽ പൊട്ടിച്ചിടുമ്പോൾ അത് പരന്നു പോവുകയോ പതഞ്ഞു നിറയുകയോ ചെയ്യും. ഇതൊഴിവാക്കാൻ ആദ്യം വെള്ളം തിളപ്പിക്കുക. ശേഷം തീ ഓഫ് ചെയ്യുക. മുട്ടയെടുത്ത് തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് മുക്കിവെക്കുക. മുട്ടയെ വെള്ളത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിടുക. ഇതോടെ മുട്ടയുടെ വെള്ള പെട്ടെന്നുറച്ച് മഞ്ഞയെ പൊതിയും. ഒരടക്കുവെച്ച് 5 മിനിറ്റ് അടച്ചുവെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും വൃത്തിയുള്ള ഒരു പോച്ചിരേഖ ലഭിക്കും. ചീര പോലുള്ള പച്ചക്കറികൾ സാധാരണയായി ചൂടുള്ള എണ്ണയിൽ വറുക്കുമ്പോൾ എണ്ണ തെറിക്കുകയും ഒടുവിൽ പച്ചക്കറി മൃദുവായി പോവുകയും ചെയ്യും. ഇതൊഴിവാക്കാൻ ഒരു പാനിൽ എണ്ണയില്ലാതെ പച്ചക്കറി വെക്കുക. അതിൽ വെളുത്തുള്ളി ചതച്ചത് ഒരൽപ്പം എണ്ണയിൽ ചേർത്തത് തൂവുക. അല്പം സോയാ സോസ് ചേർക്കുക. മീഡിയം തീയിൽ 3 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കുക. ഈ രീതിയിൽ എണ്ണയുടെ പുകയില്ല. പാത്രത്തിൽ നിന്നെടുക്കുമ്പോൾ നല്ല മുരിഞ്ഞതായിരിക്കും. വെള്ളത്തിൽ വേവിച്ചതിനേക്കാൾ രുചിയേറിയതുമായിരിക്കും. പലരും മുട്ട പുഴുങ്ങാനായി തിളച്ച വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട വേകാൻ കൂടുതൽ സമയമെടുക്കും. ഇങ്ങനെ വേവിച്ച മുട്ടയുടെ മഞ്ഞയ്ക്ക് ചുറ്റും പച്ചനിറം കാണപ്പെടുന്നത് അയൺ സൾഫൈഡ് മൂലമാണ്. ഇത് രുചിക്കുറവുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതുമാണ്. ശരിയായ രീതി ഇതാണ്: തണുത്ത വെള്ളത്തിൽ മുട്ടയിടുക, ഒപ്പം ഉപ്പ് ചേർക്കുക. മുട്ട 8 മിനിറ്റ് നേരം പുഴുങ്ങുക. തീ ഓഫ് ചെയ്ത ശേഷം 5 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കുക. ഇവയെ തണുത്ത വെള്ളത്തിൽ കോരിയെടുക്കുക. ഇങ്ങനെ വേവിച്ച മുട്ടയുടെ മഞ്ഞ നല്ല മഞ്ഞ നിറത്തിൽ ആരോഗ്യകരവും രുചികരവുമായിരിക്കും. പുഴുങ്ങിയ മുട്ട കഴിക്കാനുള്ള പുതിയ രീതി: പുഴുങ്ങിയ മുട്ടയുടെ ഒരു ഭാഗം ചെറുതായി കട്ട് ചെയ്യുക. മുട്ടയുടെ മഞ്ഞ വെളിയിൽ കാണണം. ഇതിലേക്ക് അല്പം സോയാ സോസ് ഒഴിക്കുക. തുടർന്ന് വിനാഗിരി ചേർക്കുക. അവസാനമായി ചെറിയ അളവിൽ എള്ളെണ്ണ ചേർക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ ഞണ്ടിന്റെ മുട്ടയുടെ രുചി ലഭിക്കും. കൂടുതൽ ട്രിക്കുകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക.